നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് മാഹിയിലെ പള്ളിയിലാണ്. സെൻറ്റ് തെരേസാസ് പള്ളിയിൽ, വിശുദ്ധ ത്രേസ്യാമ്മയുടെ പള്ളിയിലാണ്. ഇതൊരു പള്ളിയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ബസീലിക്കയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പൗരാണികത കൊണ്ടും ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം കൊണ്ടും തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലും ഒക്കെ വളരെ പ്രസിദ്ധമാണ് മാഹിയിലെ പള്ളി. മാഹിയിലെ പള്ളിയെക്കുറിച്ചും പള്ളിയിലെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ ഫാദർ സെബാസ്റ്റ്യൻ നമുക്കൊപ്പം ഉണ്ട്. നമുക്കൊപ്പം മാഹി കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ആൻ്റണി ഉണ്ട് നമുക്കൊപ്പം. വെൽക്കം, മെറി ക്രിസ്മസ്. അപ്പോൾ പള്ളിക്ക് ഒരുപാട് ചരിത്രമുണ്ട് പറയാനും കേൾക്കാനും അറിയാനുമായിട്ട്. ഞാൻ ആ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം ഈ പള്ളിയുടെ ഒരു ലഘു ചരിത്രം എന്ന് പറയുന്നത് 1736 സ്ഥാപിതമാവുന്നത്. അന്ന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ അവർക്ക് കിട്ടിയ ഒരു രൂപമാണ് പിന്നീട് ഈ പള്ളിയിൽ പ്രതിഷ്ഠയാവുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഡോക്ടർ ആൻ്റണി? ഇത് ആക്ച്വലി ഒറിജിനൽ സ്റ്റാച്യു ബ്രോട്ട് ഫ്രം സ്പെയിൻ. Installed here in the name of Saint Teresa, who is now known as the doctor of the church. Okay. The first woman saint who was a doctorate. Okay. കയ്യിലൊരു പുസ്തകമുണ്ട്. That shows her she was a great writer. She was a great mystic and a writer in spiritual literature. The greatest in the Catholic Church. Okay. ഇതിന് മറ്റെന്തോ പേര് പറയുമല്ലോ ഈ ഒരു. She's called the Saint Teresa of Avila. വേദപാരംഗത എന്ന് മലയാളത്തിൽ പറയും. വേദപാരംഗത എന്ന് വെച്ച് കഴിഞ്ഞാൽ for a doctorate for writing the greatest mystic literature of the Catholic Church. എനിക്ക് തോന്നുന്നു കാത്തലിക് ചർച്ചിലെ തന്നെ വിശുദ്ധ എഴുത്തുകാരി കൂടിയായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് കയ്യിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്. നമ്മൾ സാധാരണ ഹിന്ദു മതത്തിലാണെങ്കിൽ സരസ്വതി ദേവി എന്ന് പറയും. അതേപോലെയാണ് ഒരുപക്ഷെ വിശുദ്ധ ത്രേസ്യാമ്മ ഉള്ളത്. എല്ലാ വിശ്വാസങ്ങളിലും നമുക്ക് പഠനവും വിശ്വാസവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പള്ളിയുടെ പുരോഹിതനായിട്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് വന്നത് അല്ലേ? അല്ലേ, വളരെ കുറച്ച് നാളുകളെ ഫാദർ ആയിട്ടുള്ളൂ. പക്ഷെ വരുമ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള സ്ഥലത്തേക്കാണ് വരുന്നത് തോന്നിയിരുന്നു. അറിയാമായിരുന്നു, അത് രൂപതയിൽ അറിയാവുന്നത് കൊണ്ട്. ബസിലിക്ക എന്ന് പറഞ്ഞാൽ രൂപതയിലെ പ്രധാനപ്പെട്ട പള്ളി തന്നെയാണ്, പ്രധാനപ്പെട്ട പള്ളിയാണ്. അത് തന്നെ ബസിലിക്ക എന്ന് പറയുമ്പോൾ അത് മാർപ്പാപ്പ പ്രത്യേകമായി നൽകുന്ന ഒരു അംഗീകാരം കൂടിയാണ് ബസിലിക്ക എന്ന് പറയുന്നത്. കാരണം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കഴിഞ്ഞെന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാർപ്പാപ്പയുടെ ദേവാലയങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് ബസിലിക്ക എന്ന് പറയുന്നത്. നമുക്ക് ഫാദർ സെബാസ്റ്റ്യൻ്റെ ഒരു ക്രിസ്മസ് സന്ദേശം കൂടി പ്രേക്ഷകർക്ക് വേണം. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഒരു പള്ളിഗോപുരമുണ്ട്, മണിഗോപുരം എന്നാ പറയാ. അപ്പോൾ ആ മണിഗോപുരത്തിലേക്ക് ഒന്ന് പോകണം. അവിടുത്തെ കാഴ്ചകൾ കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ മനോഹരമായ കാഴ്ചകളാണ്. ഇതൊക്കെ ഇതിൻ്റെ വാസ്തുവാരാണ്. ഇതിൻ്റെ ശില്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാസ്തുശില്പത്തിൻ്റെ ഒരു തൂണ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. തൂണില്ല, അത് വന്നപ്പോൾ ശ്രദ്ധിച്ചു. ശരിയാണ്, അത് അന്നത്തെ വാസ്തുവിദ്യയാണ്, ഫ്രഞ്ച് വാസ്തുവിദ്യയാണ്. ഇതിൻ്റെ ഭിത്തികൾക്ക് വലിയ തിക്നെസ്സാണ്. അതാണ് ഇതിൻ്റെ ഭാരം മുഴുവൻ താങ്ങി നിർത്തുന്നത്. അതിവിടെ വരുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ നിർമ്മാണ കലയിൽ താല്പര്യമുള്ളവർ എപ്പോഴും പറയും ഒരു തൂണ് പോലും കാണുന്നില്ലല്ലോ. അത് ഇതിൻ്റെ പാരമ്പര്യ ഫ്രഞ്ച് ആർക്കിടെക്ചറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായ വാസ്തു മാതൃകയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന വിശുദ്ധ തെരേസയുടെ ദേവാലയത്തിലാണ് നമ്മളുള്ളത്. ഫാദർ സെബാസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു ക്രിസ്മസ് ആശംസയും കൂടി നൽകും. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മാഹി സെൻറ്റ് തെരേസാസ് ഇടവകയുടെ ബസിലിക്കയുടെ പേരിലുള്ള ക്രിസ്മസ് ആശംസകൾ ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ക്രിസ്മസ് നൽകുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ്. ആ സ്നേഹവും സമാധാനമുള്ള മനസ്സുകൾ എപ്പോഴും നല്ല സഹവർത്തത്തിൽ ജീവിക്കുവാൻ വേണ്ടി സാധിക്കും. യേശു അതാണ് നമ്മെ പഠിപ്പിച്ചത്. അതായത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്, ദൈവം മനുഷ്യരെ സ്നേഹിച്ചതുപോലെ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരോടുള്ള സ്നേഹം അറിയിച്ച ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ അർത്ഥത്തിലും ആ സ്നേഹത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും പരസ്പര കൂട്ടായ്മയുടെയും ഒരു കമ്മ്യൂണിറ്റിയായിട്ട്, ഒരു ജനതയായിട്ട് ജീവിക്കുമ്പോഴാണ് അവിടെ ക്രിസ്മസ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഓരോ ദിവസം ക്രിസ്മസ് എന്ന് പറയാൻ സാധിക്കും. കാരണം ആ ഒരു സ്നേഹത്തോട് സഹവർത്തിത്വം. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും ഈവൻ ക്രിസ്മസിൻ്റെ ആ സ്നേഹ സന്ദേശവുമായി പോകുന്നവരെ പോലും ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു കൂട്ടായ്മയിലും ആ നന്മയും സ്വീകരിക്കുവാൻ സാധിക്കാതെ പോകുന്ന
ഒത്തിരി വാർത്തകൾ നമ്മൾ ലോകത്ത് കേൾക്കുന്നുണ്ട്. ഇവിടെയാണ് സ്നേഹം ഉള്ളിൽ നിന്ന് വരണമെന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, അവനെ ആരുമായിക്കൊള്ളട്ടെ, എത്രത്തോളം പാപിയാണെങ്കിൽ പോലും അവനെ സ്നേഹിക്കുന്നു, പിതാവ് മകനെ സ്നേഹിക്കുന്നത് പോലെ. അതുകൊണ്ട് വചനം സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, മഴ പെയ്യുന്നത് പോലെ എന്നാണ് പറയുന്നത്. അതായത് മഴ പെയ്താൽ ഭൂമിയിൽ ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ ഇല്ലാതെ എല്ലാവരുടെയും മേലും മഴ പെയ്യുന്നു. ആ വചനം പറയുന്നു. സ്നേഹമഴയും അനുഗ്രഹ മഴയും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഫാദർ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമുക്ക് ക്രിസ്മസ് ആയിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് സന്മനസ്സുള്ള മനസ്സായിരിക്കും. അതന്നെ. താങ്ക് യു ഫാദർ. അപ്പോൾ ഞങ്ങൾ എനിക്ക് 8 മണിക്ക് കുർബാന ചടങ്ങുകളൊക്കെ ഉണ്ട് ഇന്ന് അല്ലേ? ഒരു ചെറിയ പ്രത്യേകത ഇതിനകത്തുള്ള സ്റ്റാച്യൂസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാച്യു എന്ന് പറയുന്നത് വേറെ എവിടെയും കാണാത്തൊരു സ്റ്റാച്യു, ഫ്രാൻസിന്റെ പേട്രൺ സെയിന്റ് ആയ ജാൻ ദാർക്ക് എന്ന് പറയും. അവിടെയുണ്ട്. അത് ഇന്ത്യയിൽ ഒരു പള്ളിയിൽ നിങ്ങൾ കാണില്ല, പോണ്ടിച്ചേരിയിൽ കാണും. ഈ സ്റ്റാച്യു ഒക്കെ ഫ്രാൻസിൽ? ഇത് ഫ്രാൻസിനോടാണ്. അതായത് ഫ്രാൻസിന്റെ പേട്രൺ സ്പെയിനിലല്ല, ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ ഇവിടെയുള്ള ഈ 14 സ്റ്റേഷൻസ് ഓഫ് ദ ക്രോസ്, കുരിശിന്റെ വഴി, ഇതെല്ലാം ഫ്രഞ്ചിൽ നിങ്ങൾ എഴുതി കാണാം. ശില്പങ്ങളെല്ലാം തന്നെ രാത്രിയിൽ തുറന്നിട്ടിരിക്കും. രാവിലെ രാവിലെ 6:45 കുർബാന, അതിന് മുമ്പ് തുറക്കും.